ബജാജിന്റെ വാക്ക് കേട്ടിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് അവസാനം വളരെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസിലാണ് ഇത്രയും അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് കൊണ്ടുവരിക. എന്തായാലും ബജാജിന് ഈ പറയുന്ന ട്രയംഫ് പോയാലും KTM പോയാലും അവർക്ക് ഒന്നുമില്ല. അയാള് രാജീവ് ബജാജ് എന്ന് പറഞ്ഞ ആള്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കുറെ പേര് നന്നായിട്ട് അഭിപ്രായം താങ്ക് യു. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ മാക്സിമം കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കും. എല്ലാവർക്കും കാണാനും പറ്റും, അതിനെ കുറിച്ച് അറിയാനും ഒക്കെ പറ്റും. പിന്നെ ഒരു ഹെൽപ്പ് കൂടി വേണം. ആ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു IBW ഗീവ് അവേ. അതില് കുറച്ച് കമന്റ് വന്നതില് എല്ലാ കമന്റും നല്ലതാ. സത്യം പറഞ്ഞ കമന്റ് പിക്ക് ചെയ്യാൻ ഏതാണ് നല്ലതെന്ന് പിക്ക് ചെയ്യാൻ കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും ഞാൻ അതിന്റെ കാർഡിൽ ഞാൻ കൊടുക്കുക ആ ഒരു വീഡിയോ. നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കയറിയിട്ട് ഏത് കമന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഇഷ്ടപ്പെട്ട കമന്റ് ലൈക്ക് ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിട്ടുള്ള കമന്റിനെ നമ്മൾ ആ ഒരു ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. അതിനെയാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കിട്ടും. ഓക്കെ, അപ്പൊ അതെന്തായാലും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രയംഫ് സ്ക്രാംബ്ലർ എക്സിന്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ മുൻപ് സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയത്. പിന്നെ നമ്മൾ ഈ ഒരു സ്പൈ ഷോട്ടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ട്രയംഫിന്റെയും ബജാജിന്റെയും ചില പാർട്ണർഷിപ്പ് സീക്രട്സ് ആൻഡ് നമ്മുടെ ചില അസംഷൻസ് കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്കറിയാം, സ്പീഡ് 400 എന്ന് പറഞ്ഞിട്ടുള്ള ട്രയംഫിന്റെ ഒരു മോട്ടോർ സൈക്കിളിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഓൾറെഡി ട്രയംഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് T4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ്. ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് ട്രയംഫ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400Xും നല്ലൊരു മോഡൽ തന്നെയാണ്. അതിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രയംഫിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ ഒരു വാല്യൂ ബജാജിന്റെ ഈ ഒരു പാർട്ണർഷിപ്പോട് കൂടിയിട്ട് തകരുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. പ്രത്യേകിച്ച് ബജാജും ട്രയംഫും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പാണ്. ബജാജ് പലതരത്തിലുള്ള കാര്യങ്ങളും ഉള്ളിലൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പോൾ KTMന്റെ ആണെന്നുണ്ടെങ്കിലും ട്രയംഫിന്റെ ആണെന്നുണ്ടെങ്കിലും സ്റ്റാഫ്, ഒഫീഷ്യലി ആയിട്ടുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് അതൊരു ബജാജിന്റെ പേഴ്സണൽ സ്റ്റാഫുകളെയാണ് ട്രയംഫിലേക്കും KTMലേക്കും മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ KTMൽ ഉണ്ടായിരുന്ന നല്ല കുറെ സ്റ്റാഫുകളെ പിടിച്ച് ട്രയംഫിലേക്ക് ഇട്ടിട്ടുണ്ട്. KTMൽ ഉള്ളത് ഇപ്പോൾ കുറെ പുതിയ സ്റ്റാഫുകളാണ്. കാരണം KTM എന്ന് പറയുന്ന ബ്രാൻഡ് ഓൾറെഡി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ട്രയംഫ് എന്ന് പറയുന്നത് ഒരു ലോവർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ചും കൂടിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് KTMൽ നിന്നും ട്രയംഫിലേക്ക് സ്റ്റാഫുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള പുതിയ സ്പൈ ഷോട്ടിനെ കുറിച്ച് പറയാം. പുതിയ സ്പൈ ഷോട്ട് എന്ന് പറയുന്നത് സ്ക്രാംബ്ലർ എന്ന് പറയുന്ന 400cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് ആണ് എന്നുള്ളത് കൺഫേം ആണ്. അതെങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സിംഗിൾ പീസ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ്, അത് നമുക്ക് ഹോണ്ടയുടെ RS350 കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ടെയിൽ ലൈറ്റ് ആണ് കണ്ടിരിക്കുന്നത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ, പിന്നെ നമ്മുടെ ഫ്യൂൽ ടാങ്കില് റബ്ബർ പാഡ് കാര്യങ്ങളൊന്നുമില്ല, ഇമ്മൊബിലൈസർ വരാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്ന മോഡല് കുറെ കാര്യങ്ങളെ വെട്ടിച്ചുരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡലാണെന്ന് തന്നെ പറയാം. ടയേഴ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ട്രയംഫ് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ T4 എന്ന് പറഞ്ഞ മോഡൽ തന്നെയാണ്. ഇപ്പോൾ T4ന്റെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു മാരകമായിട്ടുള്ള ഒരു സെയിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രയംഫിന്റെ T4ന് വലിയൊരു ഓഫർ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18,000 രൂപയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ട്രയംഫിന് ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ലെവൽ ഉണ്ട്. ആ ഒരു ലെവലില് സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400X എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഏറ്റവും സ്മോളർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഈ പറയുന്ന അഫോർഡബിൾ എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൊണ്ടുവരാനു പകരം ഒന്ന് ഇരുന്ന് കാല് നീട്ടുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പതിയെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് വെയിറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 250cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൊണ്ടുവരാമായിരുന്നു. നമ്മൾ വലിയ കമ്പനികൾ ചെറിയ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത് ഒരു ട്രെൻഡ് അല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർലി ഡേവിഡ്സൺ, BMW, പിന്നെ ട്രയംഫ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്മോളർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഒരു എഫിഷ്യന്റ് ആയിട്ട് വന്ന ഒരു ബ്രാൻഡാണ് ട്രയംഫ് എന്ന് പറയുന്നത്. ഈ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒറ്റയടിക്ക് കുറച്ചും കൂടി ചീപ്പ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രയംഫിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇനി ഇവർ അഫോർഡബിൾ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യത്തെ കാര്യം പ്രൈസിങ് കുറയ്ക്കാമെന്നുള്ളതാണ്. പിന്നെ റോയൽ എൻഫീൽഡിനായിട്ടുള്ള ഒരു ഫൈറ്റ്, ഫ്യൂൽ എഫിഷ്യന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇനി T4 എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് 400ന്റെ അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ ചേഞ്ചസ് എല്ലാം അവർ വരുത്തിയിരിക്കുന്നത്. കണ്ടമാനം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ റേഡിയൽ ആയിട്ട് ടയർ അല്ല, പവർ ആൻഡ് ടോർക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് പെക്ക് എന്ന് പറയുന്നത് സ്റ്റീലാണ്, ലിവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീലാണ്, സസ്പെൻഷൻ
സസ്പെൻഷൻ ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം UST സസ്പെൻഷൻ അല്ല വരുന്നത്, നോർമലി ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. റിയർ സസ്പെൻഷനിൽ ചേഞ്ച് ഉണ്ട്. ഇലക്ട്രോണിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, പിന്നെ റേറ്റ് ബൈ വയർ വരുന്നില്ല. ഹാൻഡിൽ ബാർ അലുമിനിയം ആയിട്ടുള്ള ഹാൻഡിൽ ബാർ അല്ല. എയർ ബോക്സ് ചെറുതാണ്. ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറിയൊരു ത്രോട്ടിൽ ബോഡിയാണ്. ഓർഗാനിക് പാഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാം ഷാഫ്റ്റിൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ആക്സിയൽ കാലിപ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇമ്മൊബിലൈസർ വരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ചീപ്പർ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ആക്സിയൽ കാലിപ്പർ അഫോർഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ KTM പറഞ്ഞപ്പോൾ, KTMന്റെ അഡ്വഞ്ചർ 390 പറഞ്ഞപ്പോൾ കുറേ പേര് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ T4 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബജാജിന്റെ വെട്ടിച്ചുരുകിൽ തന്നെയാണ് കോസ്റ്റ് കട്ടിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിലേക്ക് വെട്ടിച്ചുരുക്കിയിട്ടാണ് ഈ പറയുന്ന T4 എന്ന് പറയുന്ന മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രയംഫിനെ അപേക്ഷിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ഇത്രയും അധികം വെട്ടിച്ചുരുക്കലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി പ്രൈസിംഗിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിംഗ് വെച്ചിട്ട് സ്പീഡ് 400 അതുപോലെ തന്നെ ട്രയംഫിന്റെ T4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിന്റെയും പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 40,000 രൂപ മാത്രമാണ്. T4 എന്ന് പറയുന്ന മോഡൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2.17 lakh rupees ആയിരുന്നു. വളരെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസിലാണ് ഇത്രയും അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിൽ ട്രയംഫ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് കൊണ്ടുവരിക. എന്തായാലും ഇത്രയും അധികം കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരിക. അതെല്ലാം തന്നെങ്കിൽ ഈ പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽ ട്രയംഫ് പരീക്ഷിക്കാതിരിക്കുകയാണ് ബജാജിന്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് നല്ലത്. ബജാജിന് ഈ പറയുന്ന ട്രയംഫ് പോയാലും KTM പോയാലും അവർക്ക് ഒന്നുമില്ല. അയാള് രാജീവ് ബജാജ് എന്ന് പറഞ്ഞ ആള് ഒരു അടിപൊളി ബിസിനസ്മാൻ ആണ്. ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് അയാളെ എനിക്ക് നോക്കുമ്പോൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രയംഫ് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേരിയൻസ് കൊണ്ടുവരുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ബജാജിന്റെ വാക്ക് കേട്ടിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് അവസാനം അവരെ കൊണ്ടൊരു പ്ലാറ്റിന ട്രയംഫ് അല്ലെങ്കിൽ ട്രയംഫിന്റെ രീതിയിലുള്ള ഒരു പ്ലാറ്റിന അവർ കൊണ്ടുവരും, അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനും ഭേദം ബെറ്റർ ആയിരിക്കുക, പ്രീമിയം ആയിട്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.